അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു തആല നമ്മളിൽ നിന്നും ഇന്നത്തെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത് മുഹറം 10ന്റെ പ്രധാനപ്പെട്ട പകലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രധാനപ്പെട്ട പകലിൽ അല്ലാഹുവിലേക്ക് എന്ത് ചോദിച്ചാലും അല്ലാഹു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ദുആ ചെയ്തോ, ഞങ്ങൾ ആമീൻ പറയാമെന്ന് മലക്കുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട പകലിൽ നമുക്ക് പ്രധാനമായി ചൊല്ലണമെന്ന് ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് മഹത്തുക്കളും മശായിഖന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഖുർആൻ ആയത്തുകളുമാണ് നമ്മൾ ഇന്നത്തെ സദസ്സിൽ നമ്മൾ ഒന്നിച്ച് പാരായണം ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മുഹറം 10 എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തുടങ്ങിയ ഒരു ദിവസം, അത് പരിശുദ്ധമായ മുഹറം 10ന്റെ പകലിലാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രവാചകന്മാർക്ക് കൊടുത്ത, ഒരുപാട് അഹങ്കാരികളെ ധിക്കാരികൾ അല്ലാഹു തആല പാഠം പഠിപ്പിച്ച, ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായ ഇന്നത്തെ പകൽ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ആദ്യമായി ചൊല്ലാൻ പോകുന്ന ദിക്ർ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് മുഹറം 10ന്റെ പകലിലും പിന്നെ 11, 12 എല്ലാ ദിവസവും നമുക്ക് ചൊല്ലൽ അതിപ്രധാനപ്പെട്ട. കാരണം മുഹറം 10ന്റെ അന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയല്ലോ. ആ ചരിത്രം നമുക്ക് വിശാലമായി നമ്മൾ കേട്ടതാണ്, അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ദിക്ർ ഖുർആൻ ആയത്താണത്, അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഇസ്തിഗ്ഫാറാണ്, എല്ലാമാണ്. അപ്പോൾ ആ തൗബയുടെ വചനം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് മഹത്തുക്കൾ പറയുന്നു 70 വട്ടം പറയണമെന്നാണ്. 70 വട്ടം എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ പറയണമെന്നാണ്. നമ്മളിപ്പോൾ സമയദൈർഘ്യം കൊണ്ട് 70 പ്രാവശ്യം പറയുന്നില്ല, കുറച്ച് പ്രാവശ്യം നമുക്ക് പറയാം. പിന്നെ നിങ്ങൾ സൗകര്യം പോലെ 70 വട്ടം പറയാൻ മറന്നു പോകരുത്. അല്ലാഹു 70ഓ അതിൽ കൂടുതൽ പറയാൻ പറ്റിയാൽ അത്രയും ഖൈർ. അല്ലാഹു തആല നമ്മുടെ ഈ ദുആഇനെ, നമ്മുടെ ഈ ദിക്റിനെ, മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ദിക്ർ പറയാം. എന്താ ഇതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല, അല്ലേ? നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയവനാണ് എന്ന ഒരു വലിയൊരു വാചകമാണ് ഇതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10നാണ്. ഇത് നമുക്കറിയാം. അപ്പോൾ ഈ മുഹറം 10ന്റെ അന്നും 10ന്റെ പകലിലൊക്കെ നമ്മൾ പ്രധാനമായും ചൊല്ലിയിരിക്കേണ്ട, പ്രത്യേകിച്ച് 70 പ്രാവശ്യമൊക്കെ നമ്മൾ ആവർത്തിച്ച് 70 അല്ല, അതിൽ കൂടുതൽ ചൊല്ലാൻ പറ്റില്ല, അത്രയും ഖൈർ. അപ്പോൾ 70 പ്രാവശ്യം ചുരുങ്ങിയത് നമ്മൾ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഉള്ള അവസരം കിട്ടിയ ആ ഒരു ദിക്ർ. ആ ഒരു ദിക്ർ ചൊല്ലിയപ്പോൾ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ
നമുക്കും ഇന്നത്തെ കാലത്ത് അപകടങ്ങൾ ഉണ്ടാകും അല്ലെ, ആക്സിഡന്റുകൾ, അതുപോലെ തന്നെ തീപിടുത്തം, അതുപോലെ ഒരുപാട് രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖം, രോഗം എല്ലാം പെടും. ഇതിൽ നിന്നെല്ലാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ നമുക്കും ചൊല്ലാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു തവക്കുലിന്റെ ഒരു ദിക്റാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. അതായത് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്ന രക്ഷയുടെ മന്ത്രധ്വനികളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, ഏറ്റു ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇവിടെ ഹസ്ബുൻ അല്ലാ എന്നാണോ ഹസ്ബി അല്ലാ എന്നാണോ പലർക്കും സംശയം ഉണ്ടാവും. രണ്ടും ശരിയാണ്. ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എനിക്ക് നീ മതി എന്നാണ്. ഹസ്ബുനല്ലാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നീ മതി. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചൊല്ലുന്നത് കൊണ്ട് ഹസ്ബുനല്ലാ എന്ന വാക്കാണ് നമ്മൾ പറയുന്നത്. അതായത് ബഹുവചനത്തിലാണ് നമ്മൾ പറയുന്നത്. ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ نعم المولى ونعم النصير. حسبنا الله ونعم الوكيل 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 نعم المولى ونعم النصير. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചത് ഇതുപോലെ ഒരു മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിനമാണെന്ന് നമുക്ക് കിതാബിൽ കാണാം. മഹാനവറുകളുടെ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കാൻ കാരണമായ ഒരു ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ്, അതൊരു ദുആയാണ്. നമുക്ക് ഏത് സമയത്തും പറയാം. ഇതൊരു ആയത്താണെങ്കിൽ പോലും നമുക്ക് നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കൊക്കെ ഇതൊരു ദിക്റാണെന്ന നിലയിൽ മനസ്സിൽ കരുതിയിട്ട് പറയാം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ, മുഹറം മാസമൊക്കെ നമുക്ക് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ആവാനൊക്കെ ഒരു ദുആ നമുക്ക് മതിയാകും. എല്ലാവരും ഒന്നിച്ചു പറയും. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا
أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ദിക്ർ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുഹറം മാസത്തിലെ ഒരുപാട് നന്മകൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് നമ്മൾ രാവിലത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുഹറം മാസത്തിലെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്ർ, അത് ദിക്റാണ് അള്ളാഹുവിൻ്റെ ഇസ്മുമാണ്. അള്ളാഹ്ക്ക് 99 ഇസ്മുകളുണ്ടല്ലോ. ഇതൊരു ഇസ്മുമാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്, ഇതെല്ലാമാണ്. എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരുപാട് പുണ്യമുള്ള ഒരു ദുആയും കൂടിയാണിത്. മഹത്തുക്കളായ ഔലിയാക്കന്മാർ നിത്യമായി പറഞ്ഞിരുന്ന ഒരു ശ്രേഷ്ഠമായ ദിക്റാണ്, ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുഹറം മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. يا حي يا قيوم برحمتك أستغيث 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 ഏത് സമയത്തും നമ്മൾ പറയേണ്ടത്, അത് മുഹറം മാസത്തിലാവട്ടെ അതല്ലാത്ത മാസത്തിലാവട്ടെ, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മറക്കാതെ പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ്, അല്ലേ? ഇസ്തിഗ്ഫാർ പറയാതെ ഒരു അമലും അല്ലാഹു തആലയിലേക്ക് ഉയർത്തപ്പെട്ടാൽ അതൊക്കെ അസ്വദായിട്ട് കറുത്ത രൂപത്തിലായിരിക്കും ഉയർത്തപ്പെടുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ പറയും. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ആ നിസ്കാരം എന്നുള്ള നന്മ വെളുത്ത രൂപത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. സ്വതക്ക കൊടുക്കുമ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതിക്കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഇസ്തിഗ്ഫാർ പറയണമെന്നാണ്. അപ്പോൾ എന്താ ഗുണം? അള്ളാഹുലേക്ക് വേഗത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ മാത്രമല്ല നമ്മുടെ
ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവാനും ഇസ്തിഗ്ഫാർ കാരണമാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ ഇത്രയും നേരം ചൊല്ലിയ ഒരുപാട് ദിക്റും തസ്ബീഹും അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മ അല്ലേ, നമ്മളതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും. എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്. അല്ലാഹു എല്ലാം പുറത്തു തന്ന് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. أرحم الراحمين يا الله, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇരുലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ റഹ്മാനെ, വിശുദ്ധമായ മുഹറം മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രത്യേകിച്ച് മുഹറം 9 രാവിലും പകലിലും മുഹറം 10 രാവിലും പകലിലൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്യുന്നു. അല്ലാഹുവേ, ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ കൊടുത്തല്ലോ റഹ്മാനെ. ഞങ്ങൾക്കും ആ ഒരുപാട് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകണേ അല്ലാ. ഈ മുഹറം മാസത്തിന്റെ പ്രധാനപ്പെട്ട 9-10 ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ നീ മാറ്റിത്തരണേ അല്ലാ. പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് കമന്റുകളാണ് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഈ മജ്‌ലിസുകളിൽ വെച്ച് ദുആരക്കാൻ ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എങ്ങനെയെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പാവപ്പെട്ട ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രതിസന്ധികൾ നീ ദൂരീകരിക്കണേ
സ്വീകരിക്കണയല്ല. ഞങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണയല്ല. ഞങ്ങൾ പുറത്തു പറയുന്നതും പറയാത്തതുമായ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ കാര്യവും കൃത്യസമയത്ത് നീ ചെയ്തു തരണയല്ല. പ്രയാസ പ്രതിസന്ധികളിൽ പെടുത്തല്ലയല്ല. അല്ലാഹുവേ, കടങ്ങൾ മാറ്റിത്തരണയല്ല. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണയല്ല. മാറാ രോഗങ്ങളെ തൊട്ട് കാക്കണയല്ല. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണയല്ല. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി സന്തോഷവും സമാധാനവും നീ കൊടുക്കണയല്ല. പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പവിത്രമായ ദിനങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകളെ നീ സ്വീകരിക്കണയല്ല. ഒരുപാട് പേർക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. വിശുദ്ധമായ ഈ ദിനരാത്രങ്ങളെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയാണ് ഈ ചാനലിലൂടെ. പ്രത്യേകിച്ച് ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്, തൗബ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. ഈ ഓരോ ദിക്റ് പറയുമ്പോഴും എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്. ഉസ്താദുമാര്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യങ്ങളുടെയും ഒരു വലിയ മിസ്ല് സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള നന്മയും കിട്ടുന്ന മരണമാക്കി മാറ്റണേ റഹ്മാനെ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാ. അപകടങ്ങൾ കാത്തിരിക്കുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാക്കണേ അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ലാ. മോശത്തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. നല്ല റിസൾട്ട്, നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് എല്ലാം നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ നീ വളർമ്മ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഈ വിനീതൻ ഉൾപ്പെടെ. ഞങ്ങളുടെയൊക്കെ വീടിന്റെ പണി നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന നിരവധി സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകളെ നീ വേഗത്തിൽ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. റബ്ബേ, അവരുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആന്തരിക ബാഹ്യമായ അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, അണുക്കളുണ്ടെന്ന് നിനക്കറിയാം. എല്ലാം ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാ പ്രവാസികൾക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ജോലിയിൽ നീ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തതാണ്, അതും നീ ഖബൂലാക്കണേ അല്ലാ. ഈ വർഷം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹു, ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് വിജയം കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം. ഞങ്ങൾക്കും നീ വിജയം തരണേ അല്ലാ. അല്ലാഹു, ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.